കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. മന്ത്രിക്കെതിരെ പോലീസ് കേസെടുത്തു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഇൻഡോർ പോലീസാണ് കേസെടുത്തത്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് വിജയ് ഷാ. സ്വാതി ചേരുന്നു. സ്വാതി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണോ പ്രതികരണം? ഷമി, കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ആക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയ ഈ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇൻഡോർ ജില്ലയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായിട്ടാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. ഈ വിജയ് ഷായ്ക്കെതിരെ കേസെടുക്കണമെന്ന് പോലീസിന് മധ്യപ്രദേശ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തന്നെ ബി.ജെ.പി. മന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയതായി ഇപ്പോൾ മുഖ്യമന്ത്രി മോഹൻ യാദവ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഈ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിട്ടുള്ള വിവാദ പരാമർശത്തിന് വിജയ് ഷാ വീണ്ടും ക്ഷമാപണം നടത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ കേസ് എടുത്തിരിക്കുന്നത് ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ ശത്രുത സൃഷ്ടിക്കുക, അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അപകടപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തി തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അപകടകരമായിട്ടുള്ളൊരു പ്രവണതയാണ് അയാൾ നടത്തിയത് എന്നും രാജ്യത്തിന്റെ സായുധ സേനയെ പോലും അധിക്ഷേപിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയതെന്നുമായിരുന്നു ഇന്നലെ ഈ കേസ് പരിഗണിക്കവേ ജസ്റ്റിസുമാരായ അതുൽ ശ്രീധരും അതോടൊപ്പം അനുരാധ ശുക്ലയും ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ സെക്ഷൻ 152 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് എന്ന് വിവിധ രാഷ്ട്രീയ കോണുകളിൽ നിന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. മന്ത്രിയായിരിക്കെ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നു, മന്ത്രിസ്ഥാനത്ത് നിന്നും ഇയാളെ ഒഴിവാക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉയരുമ്പോഴും ബി.ജെ.പി. നേതൃത്വം ഒരു തരത്തിലും ഈ വിഷയത്തിൽ നടപടിയെടുക്കാത്ത സാഹചര്യമുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ, വിവാദ പരാമർശങ്ങൾ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടായ സാഹചര്യം കൂടിയുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സംഘർഷ പശ്ചാത്തലത്തിൽ പോലും സായുധ സേനയെയും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഐക്യവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വർഗീയ പരാമർശം എന്ന നിലയിൽ കേണൽ ഖുറേഷിക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോഴും ബി.ജെ.പി. മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഷമ്മി, ഈ സൈനികരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ബി.ജെ.പി. വലിയ ദേശഭക്തി കാണിക്കുകയും സൈനികർക്ക് വേണ്ടി വലിയ തോതിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് തങ്ങളാണ് എന്ന് വരുത്താനുള്ള വലിയ പരിശ്രമം പലപ്പോഴും ഈ ബി.ജെ.പി. സംഘപരിവാർ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകാറുണ്ട്. പക്ഷേ സൈന്യത്തെ പോലും ഇവർ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാണുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വിജയ് ഷായുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഉണ്ടാകാത്തത്. അത് മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ഒരു പ്രതികരണം നടത്താൻ അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ തയ്യാറാകാത്തതും. സ്വാതി, തീർച്ചയായും ഷമ്മി, അത്തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കപട ദേശീയതയൊക്കെയും ഈ ഘട്ടത്തിൽ പൊലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് നിരവധി തവണയായി ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ പോരിലേക്കോ വിവാദങ്ങളിലേക്കോ ഒന്നും പോകാത്ത സാഹചര്യം തന്നെയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളടക്കം അത്തരത്തിലൊരു രാഷ്ട്രീയ വിമർശനം പോലും ഈ ഘട്ടത്തിൽ നടത്തിയിരുന്നില്ല. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ഒരു സൈനിക ഉദ്യോഗസ്ഥയുടെ പ്രത്യേകിച്ചും ഈ വിഷയം സംബന്ധിച്ച് എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഈ സൈനിക നടപടിയെപ്പറ്റി കൃത്യമായി വിലയിരുത്തുകയും വിശദീകരിക്കുകയും ചെയ്തൊരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ുള്ള പരിഗണന പോലും നൽകാതെയാണ് ഒരു സൈനിക ഉദ്യോഗസ്ഥയെ ഇത്രയും സമുദായത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ ഇത്തരത്തിൽ വർഗീയത പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും സ്വാതി, അത് തന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുക, അതിന്റെ നേട്ടമുണ്ടാക്കുക. അത് തന്നെയാണ് എല്ലാ കാലത്തും സംഘപരിവാറും ബി.ജെ.പിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വിജയ് ഷായുടെ വാക്കുകളിലും തെളിഞ്ഞു വന്നത്. സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.